വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി 2025 7th അലോട്ട്മെന്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് LBS വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ് ഷുഡ് രജിസ്റ്റർ ന്യൂ കോഴ്സ് കോളേജ് ഓപ്ഷൻസ് ഫോർ ദ 7th സ്പെഷ്യൽ അലോട്ട്മെന്റ് ഫ്രം September 27 to October 5. അതായത് 27-ാം തീയതി നാളെ മുതൽ ഒക്ടോബർ 5-ാം തീയതി വരെ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട കോളേജസിൽ ഇഷ്ടപ്പെട്ട കോഴ്സസ് പുതുതായിട്ട് വെക്കാം. നിങ്ങൾ ഓൾറെഡി 6ാമത്തെ അലോട്ട്മെന്റിനും 5ാമത്തെ അലോട്ട്മെന്റിനും ഒക്കെ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്, അതൊക്കെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ പുതുതായിട്ട് വേണം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് 40 സീറ്റ് കൂടി ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം അനുമതി ലഭിച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ 60 സീറ്റ് ആയിരുന്നു, പ്ലസ് 40 കൂടി ആഡ് ചെയ്ത് മൊത്തം 100 സീറ്റായി. ഇതിൽ 40 സീറ്റുകളും വരുന്നത് SC വിഭാഗക്കാർക്ക് മാത്രമാണ്. ആ കുട്ടികൾ മാത്രം ഇവിടേക്ക് വെച്ചാൽ മതിയാകും ഓപ്ഷൻസ്. ഇനി അടുത്തത് NOC അപ്ലോഡ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി മുന്നേ വന്നിരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി NOC ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇഷ്യൂഡ് ആയിട്ടുള്ള NOC അപ്ലോഡ് ചെയ്യണമായിരുന്നു. എന്നാൽ NOC ബേസ് ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുൻ അലോട്ട്മെന്റുകൾ വഴി പ്രവേശനം ലഭിച്ച അപേക്ഷാർത്ഥികൾക്ക് ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് പ്രവേശനം ലഭിച്ച കോളേജുകളിൽ നിന്നും NOC എന്തായാലും വേണം. പക്ഷെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപേക്ഷകർ NOC അപ്ലോഡ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട. പ്രവേശനം ലഭിച്ച കോളേജുകളിൽ NOCക്ക് അപേക്ഷ നൽകി കോളേജ് അധികൃതർ ഓൺലൈനായി നൽകുന്ന NOC മതിയാകും. അവർ ഓൺലൈനായിട്ട് തരുന്ന NOC മതിയാകും. ഇതിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് NOC അപ്ലോഡ് ചെയ്യേണ്ട. ഇനി ഏതെങ്കിലും കോളേജിൽ NOC തരില്ല, അവർ ഓൺലൈനായിട്ട് തരില്ല, അങ്ങനെയാണ് അവരുടെ കോളേജ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളിപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും അവർ ഓൺലൈനായിട്ട് NOC തരുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതിയാകും. നിങ്ങൾ അത് സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 6ാമത്തെ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസും അടച്ച് 7ാമത്തെ അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളെ ഈ അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കില്ല. നിങ്ങളുടെ ടോക്കൺ ഫീസ് നിങ്ങൾക്ക് പിന്നീട് റീഫണ്ട് ഓപ്ഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്ത് തിരിച്ചു മേടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. 6ാമത്തെ അലോട്ട്മെന്റ് കിട്ടിയിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ ആപ്ലിക്കേഷൻ ഇവിടം തൊട്ട് റിജക്റ്റ് ആയി പോയിട്ടുമുണ്ട്. ഇനി അതിനുശേഷം ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളും അതുപോലെ അഡ്മിഷൻ എടുത്തിട്ട് അതിനായിട്ട് കിട്ടിയിരിക്കുന്ന NOC യൂസ് ചെയ്ത് അടുത്ത അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന 40 സീറ്റുകൾ SC വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമാണ്. അതിലേക്ക് ഏതെങ്കിലും കാറ്റഗറി സ്റ്റുഡൻസ് ഓപ്ഷൻസ് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വെച്ച് ഏതെങ്കിലും പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SC വിഭാഗത്തിന് ബേസ് ചെയ്തിട്ടുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇതിൽ നിന്നും തന്നെ റിജക്റ്റ് ആക്കി പോകുന്നതായിരിക്കും. മുന്നോട്ടുള്ള അലോട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വരുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് പല കോളേജസും അപ്ഡേറ്റ് ആയിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് BSLP നിഷ് കോളേജിന് വേണ്ടിയിട്ടാണ്. അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നിഷ് കോളേജ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂലി ആഡഡ് കോളേജ് ലിസ്റ്റ് എന്നും പറഞ്ഞ് നമുക്ക് വെബ്സൈറ്റിൽ തന്നെ കാണാൻ സാധിക്കും. അതിൽ പല കോളേജസ് ഉണ്ട്. ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട് ഉണ്ട്. അതിൽ SC സ്റ്റുഡൻസിന് 40 സീറ്റ്, അതുപോലെ AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് മവിലായി കണ്ണൂർ, then കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് മന്നയാട് തലശ്ശേരി കണ്ണൂർ. ഇവിടെയൊക്കെ മെഡിക്കൽ ബയോകെമിസ്ട്രി പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ BSc റെസ്പിറേറ്ററി ടെക്നോളജി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് വന്നിട്ടുണ്ട്. 4 സീറ്റാണ് വന്നിരിക്കുന്നത്. അവിടെ മാനേജ്മെന്റ് സീറ്റ് ഒന്നുമില്ല. ബാച്ചിലർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ാണ് ന്യൂലി ആഡഡ് ആയിട്ടുള്ള കോളേജ്. ഈ ഒരു ലിസ്റ്റിൽ തന്നെ പുതിയ കോളേജസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോളേജ് ലിസ്റ്റ് പഴയ കോളേജിന്റെ കൂടെ ഉൾപ്പെടുത്തിയും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ BSLPയുടെ
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരം, അവിടേക്കുള്ള സീറ്റ് വാക്കൻസി വന്നിട്ടുണ്ട് 24 സീറ്റ്. അതിന് EWSന് 2 സീറ്റ് റിസർവ്ഡ് ആയിട്ടും വന്നിട്ടുണ്ട്. അവിടെ തന്നെ NRI സീറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ NRI അലോട്ട്മെന്റുകൾ ഇനി ചിലപ്പോൾ മുന്നോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം പുതിയ കോളേജസ് അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ബേസ് ചെയ്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് LBS വെബ്സൈറ്റിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റ്സ് നിരന്തരമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. NRIക്ക് ഓൾറെഡി ഉള്ള സ്റ്റുഡൻസിനും ഈ ഓപ്ഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. BSc ഒപ്റ്റോമെട്രിക്കും ഒരു കോളേജ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിക്കും ഒരു കോളേജ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. BSc അനസ്തേഷ്യ ടെക്നോളജി മാത്രമായിട്ടും ഓരോ കോളേജസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് സീറ്റ് വാക്കൻസിയും കൂടെ നിങ്ങൾ നോക്കുക. 3 സീറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് സീറ്റ്, മാനേജ്മെന്റ് സീറ്റ് 3 സീറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ വെയിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് കിട്ടും എന്നുള്ളത്. കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരുപാട് സീറ്റുകളൊന്നും വാക്കന്റ് ആയിട്ട് വന്നിട്ടില്ല. പുതിയ കോളേജ് അപ്ഡേറ്റ് ആയ അത്രയും കുട്ടികൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇത്രയും ലേറ്റ് ആയിട്ട് ആണ് പല കോളേജസും അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നല്ല കോളേജസും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ മികച്ച കോളേജസ് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ കോളേജസിനെ പറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഒക്ടോബർ 5 വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രം ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി നോക്കാട്ടോ. പല കുട്ടികളും ചോദിച്ച ഡൗട്ടാണ് എത്ര അലോട്ട്മെന്റുകൾ കാണാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. സീറ്റുകൾ എപ്പോഴാണോ ഫില്ലാകുന്നത് അപ്പോഴായിരിക്കും അലോട്ട്മെന്റ് അവസാനിക്കുന്നത്. സ്പോട്ട് അലോട്ട്മെന്റ് വരെയും നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സീറ്റ് വാക്കൻസി എപ്പോൾ ഫില്ലാകുന്നു അപ്പോഴായിരിക്കും അലോട്ട്മെന്റ് നിർത്തുന്നതും അഡ്മിഷൻസ് ക്ലോസ് ആകുന്നതും നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതും. ഒക്ടോബർ 5 വരെ നമുക്ക് സമയം തന്നിട്ടുള്ളതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഹോളിഡേയ്സ് ആണ് വരുന്നത്. പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒക്ടോബർ 5 വരെ പല സ്ഥാപനങ്ങൾക്കും അവധിയും കാര്യങ്ങളാണ്. LBS സെന്ററിനും അവധിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ വളരെയധികം സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മനസ്സിലാക്കി മാത്രം ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്ഡേറ്റഡ് കോളേജ് ലിസ്റ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആഡഡ് കോളേജ് മുഴുവനായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി നോക്കിയും കണ്ടും പ്രഡിക്ഷൻ വീഡിയോസ് ഒക്കെ കാണുക. അതായത് LBS BSc നഴ്സിംഗിന്റെ പ്രഡിക്ഷൻ വീഡിയോ, സെൽഫിൽ കിട്ടാനുള്ള ചാൻസ്, ഗവൺമെന്റിൽ കിട്ടാനുള്ള ചാൻസ്, അതുപോലെ തന്നെ LBS പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് സെൽഫിൽ കിട്ടാനുള്ള ചാൻസും ഗവൺമെന്റ് കോളേജസിൽ കിട്ടാനുള്ള ചാൻസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി വിലയിരുത്തി നിങ്ങളുടെ മാർക്കൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇഷ്ടപ്പെട്ട കോളേജസിലേക്ക് ഇഷ്ടപ്പെട്ട കോഴ്സസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല കുട്ടികളും ഡൗട്ട് ചോദിക്കുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷന് ഇനി സെപ്പറേറ്റ് കാശ് കൊടുക്കണോ എന്നുള്ളത്. പലർക്കും അറിയില്ല ഇപ്പോഴും പല കാര്യങ്ങളും. അതുകൊണ്ട് അവരോട് വേണ്ടി പറയുന്നതാണ്, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ചെയ്യാം. ക്യാഷും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ട. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.